ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബഡാ ദോസ്താണ്. 2021 ലാസ്റ്റ് മോഡൽ ബഡാ ദോസ്താണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രത്യേകിച്ച് i4 LX എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. AC വരുന്ന മോഡലാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ വണ്ടിയുടെ സറൗണ്ടിങ്സും കാര്യങ്ങളൊന്ന് കാണാം. വണ്ടിയുടെ നമ്പർ വരുന്നത് ഇതാണ്, 1197 എന്ന് പറഞ്ഞ നമ്പറാണ് വരുന്നത്. അതുപോലെ തന്നെ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. വൈപ്പർ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഊരി വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് അവിടെ ഊരി വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് വണ്ടിയുള്ളത്. പെയിൻറ്റിംഗ് ആണെങ്കിലും പക്ക പുത്തൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പെയിൻറ്റിംഗ് ആണ്. ബ്ലൂ യെല്ലോ തീമിലാണ് വരുന്നത്. വണ്ടിയുടെ സറൗണ്ടിങ്സും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടയറിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ അത്യാവശ്യം ടയറുള്ളതാണ്. ഓടാനുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ടയറും അത്യാവശ്യം കണ്ടീഷനായിട്ടുള്ള ടയറും കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെട്ടിക്കാണെങ്കിലും വേലി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ റാക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കയറാനുള്ള. അതുപോലെ തന്നെ ടോപ്പിലും റാക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിലെ ടയറാണെങ്കിലും ഓടാനുള്ള ടയറും കാര്യങ്ങളും ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ സറൗണ്ടിങ്സ് ബാക്കിയുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ചവിട്ടി കയറാനുള്ള ആക്സസറീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിനാണെങ്കിലും അത്യാവശ്യം കണ്ടീഷനായിട്ടുള്ള സ്റ്റെപ്പിനെയും കാര്യങ്ങളും ഉണ്ട്. ബാക്കി ഇപ്പർ സൈഡിലോട്ട് വരുവാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് ഇപ്പർ സൈഡും ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ പ്രൊട്ടക്ഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് താഴത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ വണ്ടിയുടെ താഴത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ടുള്ള രീതിയിലാണ് താഴത്തുള്ളത്. യാതൊരു തുരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള രീതിയിലാണ് താഴത്തെ ഭാഗങ്ങളും ഉള്ളത് വണ്ടിയുടെ. നമുക്ക് ഞാൻ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കാം. വണ്ടീൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. എക്സ്റ്റീരിയർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇൻറ്റീരിയറും വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത് കേട്ടോ. വണ്ടി ഏകദേശം ഓടിയിട്ടുള്ള കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,01,720 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടി നല്ല നീറ്റായിട്ടുള്ള രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, അലൈൻമെൻറ്റ് കാര്യങ്ങൾ വരെ അവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് ചെയ്തത് 1,83,000 കിലോമീറ്ററിൽ, റീസെൻ്റ്ലി 86,000 കിലോമീറ്ററിൽ റീസെൻ്റ്ലി അവർ അലൈൻമെൻറ്റ് വരെ ചെയ്തിട്ടാണ് വണ്ടി കൊണ്ടു നടന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ല യൂസറാണ് കൊണ്ടു നടന്ന വണ്ടി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പേടിക്കേണ്ട. കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കിലോമീറ്റേഴ്സ് വലിയൊരു വിഷയമല്ല. അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻജിൻ സൗണ്ടോടെ കേൾപ്പിച്ചു തരാം. ഇതൊക്കെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. കാര്യങ്ങളും യാതൊരുവിധ ചെക്ക് എഞ്ചിനോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല വണ്ടിയിൽ. ഇൻറ്റീരിയറൊക്കെ ഇതാണ് കാണുന്നത്. ജസ്റ്റ് ഞാനൊന്ന് ഔട്ട് സൈഡ് എഞ്ചിൻ്റെ പവർ കാണിച്ചു. സൈലൻസറിൽ പൊതുവേ ഉണ്ടാകുന്ന പോലത്തെ ചെറിയൊരു ഇതാണുള്ളത്. അത് എല്ലാ വണ്ടിയിലും ഉണ്ടാകുന്നതാണ്. തുണിയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യാം. ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം ആർക്കെങ്കിലും വണ്ടി വേണം, ബഡാ ദോസ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു നല്ലൊരു വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2021 ലാസ്റ്റ് മോഡലാണ്. ഒക്ടോബറിൽ ഡെലിവറി എടുത്ത വണ്ടിയാണ്. വണ്ടിക്ക് ബുക്കും പേപ്പറും പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ വണ്ടി ഈ കണ്ടീഷനിലായിരിക്കും നിങ്ങൾ വന്നാലും കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കിപ്പോൾ വണ്ടി കാണണമെന്നുണ്ടെങ്കിൽ ചേർത്തല വന്നാൽ മതി. ചേർത്തലയിലാണ് വണ്ടിയുള്ളത്. ഓണർഷിപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ സിംഗിൾ ഓണറിലാണ് വണ്ടിയുള്ളത്. അപ്പം സിംഗിൾ ഓണർഷിപ്പിലുള്ളൊരു വണ്ടിയാണ്. അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡു കോൺടാക്റ്റേഴ്സ്. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതുപോലെ തന്നെ സ്ക്രീനിലുണ്ടാവും. പ്രൈസ് കാര്യങ്ങൾ നെഗോഷ്യബിൾ ആണ്. ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പ്രൈസിൻ്റെ കാര്യങ്ങൾ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നമ്മൾ പറയുന്ന പ്രൈസിൽ നിന്ന് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പം അടുത്തൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.